എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന സാമ്പ്രാണിക്കൊടിയെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സൗന്ദര്യം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് ഈ സാമ്പ്രാണിക്കൊടി. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലത്താണ് ഈ ദ്വീപുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കായലിൽ കൂടെ നടന്നു പോകാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിലാണ് അങ്ങോട്ട് പോകേണ്ടത്. ആ കാണുന്ന മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ആ സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒത്തിരി പേരുടെ പിക്ചറുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ മരങ്ങളുണ്ട്, അവിടെ കയറിയിരുന്നിട്ടുള്ള ഫോട്ടോകൾ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്തും നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഈ ബോട്ടിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി അതുവഴി നടന്നു വേണം പോകണമെന്ന്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ആ ഒരു ചെറിയൊരു എന്താ പറയേണ്ടത്, തടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടോട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇറങ്ങിയതിന് ശേഷം നമ്മൾ താഴോട്ട് വെള്ളത്തിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കാലൊക്കെ വെക്കാനായിട്ടൊരു പേടിയാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ളവർക്കും എങ്ങനെയാണ്, ആഴമുണ്ടോ, വീണു പോകുമോ, ചെരുപ്പിടണോ, അതേപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ് ആദ്യം നമുക്ക് തോന്നുമെങ്കിലും പേടിക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ആ ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രം ചെറിയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു താഴ്ച പോലെ തോന്നും. പക്ഷേ നമുക്ക് സൂപ്പറായിട്ട് നടന്നു പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ചെന്നതേ നടന്ന് ഇതേപോലെയുള്ള സ്ഥലത്തോട്ടാണ് ചെന്ന് നിൽക്കുന്നത്. കുഞ്ഞു വരെ നടക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുവഴി നടക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടൽക്കാടുകളൊക്കെ കാണാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള മരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്ന ആ ഒരു സൗന്ദര്യമൊക്കെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇങ്ങനെ ചിത്രകാരന്മാർ പടം വരച്ച് വെച്ചിരിക്കുന്നത് പോലുള്ള ഒരു സൗന്ദര്യമാണ് കേട്ടോ. അങ്ങനെ ആ മരത്തേലൊക്കെ കയറിയിരുന്ന് നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. കണ്ടൽക്കാടുകൾ അടുത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഉപ്പുമാങ്ങ, ഉപ്പു നെല്ലിക്ക, പിന്നെന്താ കുലുക്കി സർബത്ത് എന്ന് വേണ്ട സ്ഥിരം ഒരു ടൂറിസം പ്ലേസിൽ പോകുമ്പോൾ കാണുന്ന അതേപോലെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെയും കിട്ടും. അങ്ങനെ എല്ലാവരും അവിടെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ്. ഒത്തിരി കച്ചവടക്കാരുണ്ട്. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് വരാൻ നമുക്ക് ആ ബോട്ടിൻ്റെ ചാർജ് മാത്രമാണ് ആകുന്നത്. 150 രൂപയായിരുന്നു ഒരാൾക്ക്. പിന്നെ ഇവിടുന്ന് തന്നെ വീണ്ടും വേറെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അതായത് ഈ കായലിൽ കൂടെ 2 മണിക്കൂർ ചുറ്റി നടന്ന് കാണാനായിട്ടും. അതേപോലെ തന്നെ ഈ കുറച്ചുകൂടെ മാറി വേറൊരു ദ്വീപുണ്ട്. അവിടെ ഈ നമുക്കെന്താ പറയണ്ടേ, ഈ ചിപ്പികളും മുത്തുകളൊക്കെ പറക്കാവുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഈ കാണുന്ന ആ ഒരു ഇങ്ങനെ ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങുന്നത്. നേരത്തെ തൊട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇത് കുറേയധികം ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ പോകുന്നവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. കണ്ണുകൾക്ക് കുളിർമയേകുന്ന അല്ലെങ്കിൽ കണ്ണുകൾക്ക് നല്ലൊരു കാഴ്ച അനുഭവം നൽകുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ ഫോട്ടോ പ്രേമികൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ അടിപൊളി സ്ഥലം കൂടിയാണ്. പിന്നെ വെള്ളത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള കുറച്ച് അടിപൊളി ഫോട്ടോസ് ഇതിനോട് ചേർക്കുന്നുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. താങ്ക്